വെൽക്കം ബാക്ക് ടു രശ്മീസ് ഫുഡ് ട്രീ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹംഗേറിയൻ ഡിഷായിട്ടുള്ള ചിക്കൻ പാപ്രിക്കയാണ്. അപ്പോൾ ഇത് നല്ല തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് നല്ല ക്രീമി ആയിട്ട് ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ ടേസ്റ്റുള്ള ഒരു സ്റ്റൂ പോലത്തെ ഡിഷാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് ഒരു 3 പേരുടെ ടീമും കൂടെ ഇട്ട് ഒരു ഡ്രോപ്പ് ഓയിൽ പോലും വേണ്ടാത്ത വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഈസി ആയിട്ടുണ്ടാക്കി ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സ്റ്റൂ ആണ് ചിക്കൻ പാപ്രിക്ക. നമ്മുടെ സ്റ്റൂവിൽ മസാല ചേർക്കുന്നതിന് പകരം ഇതിൽ ചേർക്കുന്നത് W സോസാണ്, ഊസ്റ്റർഷെയർ സോസ്. അത് മിക്ക സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഇത് ജെൻസി ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്ന എന്തോ പൊട്ട പരിപാടിയാണ്. ഈ അറ്റത്തുള്ള ആള് മിണ്ടത്തില്ല, നടുക്കത്തെ ആൾക്ക് ചെവി കേൾക്കത്തില്ല, ഈ അറ്റത്തെ ആൾക്ക് ജാനിക്ക് കണ്ണ് കാണത്തില്ല. അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ്. മിണ്ടാൻ പറ്റാത്ത ആളുടെ ആക്ഷനിലൂടെ ചെവി കേൾക്കാത്ത ആൾ കണ്ണ് കാണാത്ത ആൾക്ക് പറഞ്ഞു കൊടുത്താണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോണത്. കഴുകാനാ ഇതിടാൻ ചിക്കൻ കറി, ക്യാപ്സിക്കം, ഏറെ പേജ് മാറിപ്പോയി. നാടൻ ചിക്കന്റെ പാപ്രിക്കയുടെ എടുത്ത് വെച്ച് നാടൻ ചിക്കന്റെ വായിച്ചു ശരിക്കും പൊട്ടന്മാരാണല്ലോ. കാണിച്ചിട്ടുണ്ട് സ്ക്രീൻ. ഇതെന്തോ അത് ചില്ലി ഇടാൻ, ചില്ലി ചില്ലി ചില്ലി. അതാണോ വലിയ ഷെഫുകൾക്കൊക്കെ ഒരു കൈക്ക് ഒരു വയ്യായിക ഉണ്ട്. അതുപോലെ ഐ തിങ്ക് ഇറ്റ്സ് മിൽക്ക്. എന്ത് മിൽക്കാണ് ഗസ് ചെയ്യാൻ? എന്ത് മിൽക്ക്? തേങ്ങ മിൽക്ക്. അതന്നെ മലയാളത്തിൽ പറഞ്ഞു. മലയാളത്തിൽ കോക്കനട്ട് നല്ല വീഡിയോ. തേങ്ങാപ്പാൽ ഒഴിച്ചോ. 2ാം പാൽ ഒഴിക്കുവാണേ. സ്റ്റോപ്പ് ചെയ്യാനാ? ഇവിടെ ശബ്ദം കേട്ടെ, ഇവിടെ ചെവിയൊക്കെ എവിടെയാടാ കൈ എങ്ങനെ വെക്കണം? ഇവിടുത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് ചേർത്തില്ല. ഒഴിച്ചോ? 10 മിനിറ്റ് വെച്ച ശേഷം അടുപ്പിൽ വെക്കുക. ഇതൊന്നും കാണാൻ വയ്യേ എന്ന് പറഞ്ഞ അമ്മ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 3 വെറൈറ്റി ഷെഫുകൾ മാരിനേറ്റ് ചെയ്തിട്ട് പോയ ഗ്യാപ്പിൽ ഇതിലെന്തൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് ഞാനൊന്നും കൂടെ പറയാം. 3 വലിയ സവോള വലുതായിട്ട് ഡൈസ് ചെയ്തിട്ടതും 3 ക്യാപ്സിക്കവുമാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് 1 കിലോ ചിക്കനിൽ. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ W സോസ് ഒഴിച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1.5 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, പിന്നെ പച്ചമുളക് ഒരു 6 or 7 എണ്ണം പിന്നെ ചെറുതായി അരിഞ്ഞിട്ടത്, 1 മീഡിയം തേങ്ങയുടെ 2ാം പാൽ, 1 കപ്പും കൂടെ ഉപ്പും കൂടെ ചേർത്താണ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് ചേർക്കാനുള്ള സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. വർഷങ്ങളായി ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ റെസിപ്പി എൻ്റെ കുഞ്ഞമ്മയ്ക്ക് ഒരു ഷെഫ് പറഞ്ഞു കൊടുത്തതാണ്. നമ്മുടെ ചിക്കൻ ഇവിടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു, മൂടി വെച്ച് വേവിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് വെന്ത് തേങ്ങാപ്പാൽ ഒരുവിധം വറ്റി തുടങ്ങുമ്പോൾ 1ാം പാലും കൂടെ കട്ടി തേങ്ങാപ്പാൽ 1 കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു.
പിന്നെ ആ കറി തിളച്ച് വരുമ്പോഴത്തേക്ക് ഒന്ന് കുറുകി കിട്ടാനായിട്ട് നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു 1/2 കപ്പ് വെള്ളത്തിലൊഴിച്ച് അതിലേക്ക് ഒഴിക്കും. അപ്പോൾ അത് കിടന്ന് ഇച്ചിരി കുറുകി വരുമ്പോൾ ഓഫ് ചെയ്യാം. അവസാനം ഇട്ടത് കുറച്ച് സെലറിയുടെ തണ്ട് അരിഞ്ഞതാണ്. ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ കുരുമുളക് കൂടുതൽ ഇട്ട് കൊടുക്കാം. ബ്രെഡിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ഇത് ബെസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.